ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജസ്നാപ്സ്. അപ്പോൾ അതേ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറച്ച് നാളായി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഓൾമോസ്റ്റ് വിൻ്ററൊക്കെ ആയപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് അധികം പുറത്തോട്ടെങ്ങും പോകാറില്ലായിരുന്നു, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും ചിലപ്പോൾ നാട്ടിലോട്ടും പോയി, ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് വരെയൊക്കെ പോയി, അങ്ങനെ പോയിട്ട് വന്നു. വിൻ്റർ കഴിഞ്ഞു ഓൾമോസ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. 3-4 ദിവസം മുമ്പ് വീണ മഞ്ഞതേ അങ്ങനെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസമൊക്കെ ആയിട്ട് നല്ല വെയിലുണ്ട്. പക്ഷെ എന്നാലും -2, -3 എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ മഞ്ഞൊന്നും അധികം അലുത്ത് പോയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വ്ളോഗാണ്. ശില്പ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേനും ശില്പയുടെ ഓഫീസിന് അങ്ങോട്ട് പോയിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി. ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട്, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, വാൽബി പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഡെൻമാർക്കിൽ വന്നിട്ട് ആദ്യം പോയതൊക്കെ ആ പാർക്കിലായിരുന്നു. അപ്പോൾ അവിടെ പോണേ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ മഞ്ഞൊക്കെ മൊത്തം വീണ് അതെങ്ങനെയാണ്, തണുത്ത് പോയോന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി അവിടുത്തെ കാഴ്ചകളുമായിട്ട് കാണാം. ശില്പയുടെ ഓഫീസിലോട്ട് വീടിൻ്റെ അടുത്തുനിന്ന് 2.5 കിലോമീറ്റർ ആണുള്ളത്. ഓൾമോസ്റ്റ് 2.5 കിലോമീറ്റർ വരും. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ബസ്സിന് പോകാം, അതേപോലെ തന്നെ ട്രെയിനിന് പോകാം. അത് തൊട്ടടുത്തുള്ള ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മൾ കൂടുതലും മുമ്പ് കണ്ടിട്ടുള്ള വ്ളോഗിലൊക്കെ ഇവിടെ വന്നിട്ട് ട്രെയിൻ കയറിയിട്ടാണ് ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ നടന്നാണ് പോകുന്നത്. സ്പീഡ് പറഞ്ഞ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എത്താന്നുള്ള രീതിയിലാണ് ഞാൻ നടക്കുന്നത്. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് നടന്നു പോകുന്നത്. അപ്പം അങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഒരു പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു സിമിത്തേരിയൊക്കെ കടന്ന് ഒരു പാലവും കടന്ന് റോഡ് ക്രോസ് ചെയ്താൽ ശില്പയുടെ ഓഫീസിൻ്റെ അവിടെ എത്തും. അപ്പോൾ നേരെ നമുക്ക് പോയി നോക്കാം. ഡെൻമാർക്കിൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ബ്രിക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അധികം പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പുറത്ത് ആ റെഡ് കളറിൽ കാണുന്നതാണെങ്കിലും ബ്രിക്ക് തന്നെയാണ്. റെഡ് കളറിലും അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ കളറിലുള്ള ബ്രിക്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും കാണാൻ പറ്റും, പല കളറിലുള്ള ബ്രിക്സ് ഒരേപോലെ പാറ്റേണിൽ യൂസ് ചെയ്തേക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. കണ്ടോ, ഇവിടത്തേലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് പെയിൻ്റൊന്നും അടിച്ച് ഇവിടെ അധികം പൈസ ചിലവാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ നാട്ടിലെയും കാലാവസ്ഥ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. ഇതാണ് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ സിമിത്തേരി പോലെ. അത് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് സിമിത്തേരി ഉണ്ട്. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ താമസിച്ചു, അതുകൊണ്ട് ശരിക്കും കാണത്തില്ല. അപ്പോൾ രണ്ട് സൈഡിലും ഏകദേശം കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലെ, ഫോറസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഏരിയ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. നടക്കുന്ന ഏരിയയിലെ മഞ്ഞൊക്കെ മറ്റേ മെഷീനുള്ള വണ്ടിയിൽ വന്ന് മാറ്റിയേക്കുന്നതാണ് കാണാം. അല്ലാത്ത ഏരിയയിലൊക്കെ മഞ്ഞ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ നടന്നു വന്ന ഒരു സൈഡിൽ ചെറിയ പാർക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എൻട്രൻസാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പാലം വരും. പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ശില്പയുടെ ഓഫീസിൻ്റെ അവിടെ എത്താറാവും. പാലം കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പാലം കഴിയുമ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് അന്നേരത്തിന് ശില്പം പുറത്തോട്ട് വരുമായിരിക്കും. ഫുൾ മഞ്ഞായിട്ടുണ്ട് കേട്ടോ, ഒറ്റയ്ക്ക് തീരാറായി. ശരിക്കും നല്ല മഞ്ഞ് വീണ് കിടക്കുമ്പോൾ വന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ തണുപ്പ് കാരണം പുറത്തോട്ടും ഇറങ്ങിയില്ല, എവിടെയും പോയില്ല. പിന്നെ മൊത്തത്തിൽ തന്നെ വീഴും. റോഡിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുവാണെങ്കിൽ ഇറങ്ങിയാൽ അപ്പം തന്നെ വീഴുന്ന അവസ്ഥയായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഓഫീസിൻ്റെ അങ്ങോട്ട് എത്താറാകുമ്പോഴുള്ള പാലം. കാറുകൾക്കൊന്നും പോകാൻ പാടില്ല, ബൈക്കിനും പോകാൻ പാടില്ല, നടക്കുന്നവർക്ക് പോകാം, സൈക്കിളിനും പോകാം. മുമ്പത്തെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ പാലത്തെ വന്നിട്ടേ ഈ വെയിലടിക്കുമ്പോൾ താഴെ കൂടെ ട്രെയിനും പോവും, അതേപോലെ തന്നെ ബസ്സും പോവും. നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. കണ്ടോ, വലിയ വലിയ കെട്ടിടങ്ങൾ ഇവിടെ തീരെ കുറവാണ്. തീരെ കുറച്ച് വലിയ കെട്ടിടങ്ങളുള്ളത് കണ്ടോ, താഴെ കൂടെ ട്രെയിൻ പോകുന്നു നല്ല ഭംഗിയിൽ. ഇവിടെ നമുക്ക് പാലത്തിൻ്റെ ഇവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം നമുക്കിത് കൂടെ പോകുന്നവർക്കും ബുദ്ധിമുട്ടാകില്ല, നടക്കുന്നവർക്കും ബുദ്ധിമുട്ടാകില്ല.
എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാൾസ്ബർഗ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നമ്മുടെ ശില്പക്കുട്ടി വർക്ക് ചെയ്യുന്നത്. ഡെൻമാർക്കിലെ ഒരു മെയിൻ അട്രാക്ഷൻ പോയിൻ്റായിട്ട് കാണുന്നത് ഹോം ഓഫ് കാൾസ്ബർഗ് എന്നറിയപ്പെടുന്ന കാൾസ്ബർഗിൻ്റെ ബ്രൂവറിയും അതിൻ്റെ മ്യൂസിയം ഒക്കെയാണ്. ശില്പ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒരിക്കൽ കയറി കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ നമുക്ക് ശില്പനെ കൂട്ടാൻ പോവാം. ഇപ്പോൾ ഓൾറെഡി ഫോണിൽ വിളിച്ചിട്ട് ഇത് ഇറങ്ങാറായെന്ന് പറഞ്ഞേ ഉള്ളൂ. സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഗൈസ്? ആ ക്രോസ് ആയിട്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ അതിലേതോ ഒരു ജനാലിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടാവണം ഈ സമയത്ത്. നമുക്ക് നേരെ അവിടെ പോയി നോക്കാം. കാൾസ്ബർഗിലെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന JC ജേക്കബ്സൺ, ഈ പുള്ളിയാണ് കാൾസ്ബർഗ് എന്ന് പറഞ്ഞ് ഈ കമ്പനി സ്ഥാപിച്ചതും ഈ സ്ഥലം മൊത്തമൊക്കെ കെട്ടിപ്പടുത്തതും. ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ പേരൊക്കെ JC ജേക്കബ്സൺ സ്ട്രീറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് അറിയപ്പെടുന്നത്. കാണുന്ന ബിൽഡിങ്ങുകളും ഇതിൻ്റെ ഇപ്പുറത്തോട്ടുള്ളതൊക്കെ കാൾസ്ബർഗിൻ്റെ ബിൽഡിങ്ങാണ്. ഇത് പഴയ ബ്രൂവറി ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇതിലെ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുമോ ഗൈസ്? നോക്കട്ടെ, ചില്ലിനുള്ളിൽ കൂടെ കാണാൻ പറ്റുമെങ്കിൽ. ഗൈസ് ഇതേ നിൽക്കുന്നതാണ് നമ്മുടെ ശില്പക്കുട്ടി. അവിടെ ഞാൻ നേരെ നോക്കിയപ്പോൾ കണ്ടല്ലോ, ഇതിനകത്തൂടെ കാണുന്നില്ല. അതെ കണ്ടുപിടിച്ചു ഗൈസ്. ഓടിയോ ഈ ഓടിപ്പാഞ്ഞ് വരുന്നതാണ് നമ്മുടെ കഥാനായിക. നീലക്കോട്ടിട്ട് ഈ നിലാവെളിച്ചത്തിൽ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. എന്താണ് സെലിബ്രിറ്റിക്ക് പറയാനുള്ളത്? കാൾസ്ബർഗിലെ ഓഫീസ് ജീവിതം എങ്ങനെയുണ്ട് ഡെൻമാർക്കിലെ IT ലൈഫ്? അതാ വെയിലത്ത് മുടിയിലെ കളറൊക്കെ എടുത്ത് കാണിക്കുന്നു. മുടിയിൽ കളർ ചെയ്തൊന്നും എടുത്ത് കാണിക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്യുന്നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ തപ്പി വന്നയാളെ കിട്ടി. നല്ല വെയിലടിക്കുന്നു. ഇപ്പൊ നല്ല കറുത്ത കളറായിട്ടായിരിക്കും കാണുന്നത്. കുറെ ചുവന്ന കളറൊക്കെ കാണുന്നു. നമുക്ക് അകത്ത് കയറിയിട്ട് ആ പച്ചപ്പിലും മഞ്ഞത്തും നോക്കാം. ഇപ്പൊ ഭയങ്കര വട്ടോടാ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി. 2-3 ദിവസം മുമ്പ് വരേണ്ടതായിരുന്നു. 3 ദിവസം മുമ്പ് ഐസ് വീഴുന്നൊക്കെ നിന്നിട്ട് 3 ദിവസമായിട്ട് വെയിലാണ്. പക്ഷേ തണുപ്പ് ഏകദേശം -2 -1 തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇത് ഉരുകി പോകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ചുറ്റും നോക്കിയാൽ ഓൾമോസ്റ്റ് അങ്ങനെ ആയിട്ടുണ്ട്. ഇതേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ശില്പ വീട്ടിലൊക്കെ വിളിച്ചെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 ദിവസം മുമ്പേ വരണമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. ഒരാഴ്ച ലീവിനൊക്കെ ശേഷം ഇപ്പോൾ പയ്യെ വരാൻ തുടങ്ങിയതുകൊണ്ട് അങ്ങനെ. ഇവിടെ കുറച്ചൊരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഗെയ്സ്. അവരെന്തൊക്കെയോ ഗെയിം കളിക്കുന്നുണ്ട്. അതെ, ഒരാൾ നിലത്ത് കുത്തിയിരുന്നിട്ട് മഞ്ഞൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ശരിക്കും നമ്മുടെ നേരത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഇത് നമ്മൾ നടന്നു പോകുന്ന മെയിൻ പാത്തായിരുന്നു. അതിപ്പോൾ മഞ്ഞ് വീണ് പാത്ത ഏതാണെന്ന് പോലും അറിയാൻ പറ്റണ്ടായി. അവിടെ ഒരാൾ പട്ടീനൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഹായ്, പറയൂ എങ്ങനെയുണ്ട് ഡെൻമാർക്കിലെ വിന്റർ? കോൾഡ്, നല്ല കോൾഡ്. അവര് കടിക്കില്ലായിരിക്കും. ഇല്ല, കടിക്കില്ല. കുറേ പട്ടികൾ തണുപ്പ് കൊണ്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുണ്ട് നമ്മളെ പോലെ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഡെൻമാർക്കിലെ വിന്റർ? പറയൂ കേക്കട്ടെ. തണുപ്പാണെന്ന് ചോദിച്ചാൽ തണുപ്പാണ്. പക്ഷെ നമ്മള് വമ്പേഴ്സിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയൊക്കെ കാതിൽ വയ്ക്കാതെയും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഇല്ല. അപ്പൊ ഇത് തണുക്കില്ല, ഇത് തണുക്കും. അതാണ് സംഭവം. പക്ഷെ ബെറ്ററാണ്.
അങ്ങനെ ഒരുപാട് തണുപ്പ് ഇത്തവണ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് അത് ആദ്യമായിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, നല്ലൊരു തണുപ്പ് തോന്നി. ഇത്തവണ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ആകെ ഒരു -3 to -5 ഇങ്ങനെ മഞ്ഞ് വീണത് ഐസായിട്ടും ഒക്കെ നിൽക്കുന്നത്. ഈ കുഴപ്പമൊന്നുമില്ല, ചില്ലല്ലേ. മഞ്ഞ് കണ്ട് 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 നടക്കുക. നിങ്ങൾ വേണം പറയാൻ ഞങ്ങളുടെ മഞ്ഞ് കാണല് പെണ്ണ് നേരത്തെ ഞാൻ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ പറഞ്ഞ പോലെ ഇത് ഏകദേശം ഒരു 3-4 ദിവസം മുമ്പ് പെയ്ത മഞ്ഞാണ്. അതിനുശേഷം -1 -2 തന്നെ ടെമ്പറേച്ചർ നിൽക്കുന്നതുകൊണ്ട് ഇത് അലുത്ത് പോയില്ല. പക്ഷെ 3 ദിവസമായിട്ട് നല്ല വെയിൽ തന്നെയാണ്, മഞ്ഞോ മഴയോ ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടപ്പുണ്ട്. ശരിക്കും ഇന്നലെയോ മിനിങ്ങാന്നൊക്കെ ആയിട്ട് വന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുക്കേണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 2 ആഴ്ചയായിട്ട് രണ്ടുപേരും 2 സ്ഥലത്തൊക്കെ ആയിട്ട് ഇപ്പോൾ തിരിച്ച് എത്തി, ഒന്ന് ബാക്ക് ടു പഴയ നോർമൽ ലൈഫിലോട്ട് എത്തിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ശില്പ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയപ്പോഴത്തേനും എനിക്ക് മെസ്സേജ് അയച്ചു. രാവിലെ ഓഫീസിലോട്ട് എത്തിയപ്പോഴത്തേനും മഞ്ഞൊക്കെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഈവനിങ് ആയപ്പോഴത്തേനും വന്നു. അതന്നെ, ഓൾമോസ്റ്റ് വിൻ്റർ സീസൺ കഴിഞ്ഞു. അപ്പം പിന്നെ ഇനി 1 ഇയർ എടുക്കും. അപ്പം ഇനി അടുത്ത നവംബറൊക്കെ ആവും ഏകദേശമൊക്കെ മഞ്ഞ്. അങ്ങ് UK-ലും കാനഡയിലൊക്കെ ഉള്ള കാണുന്നവർക്ക് ഇതൊക്കെ പുത്തിരി എല്ലായിരിക്കും. അവർ നടക്കുന്നതേ മഞ്ഞിലാണ്, മുട്ടപ്പം മഞ്ഞിൽ കൂടെ. നമുക്കൊരു 2-3 ദിവസം എൻജോയ് ചെയ്യാനുള്ള ഒരു മഞ്ഞുണ്ട്, ബാക്കി നോർമൽ തണുപ്പ്. പിന്നെ ഇതല്ലേ സുഖം. കണ്ടോ, ഗ്ലൗ ഒന്നും ഇടാണ്ട് നമുക്ക് അത്യാവശ്യം നടക്കാൻ പറ്റും. അമ്മൂസേ തണുത്തോടെ മുത്തേ. നോ ഒറിജിനൽ സീൻസ്. കത്തിയെടുത്ത് കുത്തണ ഒരു ഫീലാണ്. നല്ല മരിച്ചിരുന്നിട്ടല്ലേ. ഒന്നും അറിയുന്നില്ല, ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഞാൻ ഊതി ചൂടാക്കി. മഞ്ഞൊന്നും അവരെടുക്കാൻ പോരുത് കേട്ടോ. മഞ്ഞ് വാരി എറിഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ വന്നു. അത്യാവശ്യം ഫുള്ള് മഞ്ഞൊക്കെ കിടക്കുന്നത് കണ്ടു. കുറേ നേരം മഞ്ഞിലൊക്കെ കളിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അവിടെ ആരോ ഒരാൾ ബെഞ്ചിലൊരു ചെരുപ്പൊക്കെ വെച്ചിരിക്കുന്നു. ഷൂ പൊട്ടിയോ? എന്നാ പറ്റി? പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകും. അതിന് കൂടുതലിങ്ങനെ വിടർത്തണ്ട, പൊട്ടിപ്പോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ മഞ്ഞ് കാണാൻ വന്നതാണ്. ഞാനിപ്പോൾ എന്ത് തൊട്ടാലും അബദ്ധമാണ്. ശില്പയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റുള്ള പാർക്കിൽ വന്നിട്ട് നമ്മൾ കുറേ മഞ്ഞിൽ കൂടെയൊക്കെ നടന്നു. കുറേ മഞ്ഞൊക്കെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ദേ പാവത്തിൻ്റെ ഷൂസിൻ്റെ അടി പൊട്ടി, അതിൻ്റെ ഉള്ളിൽ കൂടെ തണുപ്പ് കയറുന്നുണ്ട്. അപ്പോൾ കാല് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും കയറി അപ്പൊ പിന്നെ കാലിന്റെ തണുപ്പ് അറിയില്ലല്ലോ അല്ലേ. അതെ, അപ്പൊ പിന്നെ മനസ്സങ്ങട് വേറെ ആവുമ്പോ അങ്ങനെയൊക്കെ തന്നെ. നല്ല സൺസെറ്റ് ഉണ്ട് നമ്മുടെ ഈ സൈഡിൽ നോക്കി അറിയാം. അതെ, സൺസെറ്റ് കാരണം യെല്ലോ റെഡിഷ് കളറിൽ നല്ല മഞ്ഞ് ഇതൊക്കെ ആയിട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇവന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ടൈം പാസിന് ഇങ്ങനെയൊക്കെ തന്നെ ചുറ്റിത്തിരിയണം. ഓക്കെ, അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ വിൻ്ററിൻ്റെ മഞ്ഞ് വീഴ്ചയൊക്കെ ഒപ്പിയെടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വിൻ്ററിന് കാണാം 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് ഒപ്പിയെടുത്താണോ. ആരോ നിന്റെ വീഡിയോയിൽ ഡയലോഗ് കേട്ടിട്ട് ചളി ഇനി വഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി തന്നെ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദുരന്തമായി പോയില്ലേ. അതന്നെ, ആ ദുരന്തം എൻ്റെ കൂടെ ആയിപ്പോയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യലൊക്കെ കയ്യിലിടുമായിരുന്നു, പക്ഷെ ഇപ്പൊ വയ്യ. അപ്പോൾ നമ്മൾ നേരെ പോട്ടെ. തണുപ്പായതുകൊണ്ട് കൈ ഇങ്ങനെ പിടിച്ച് എനിക്കും മടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ കുഞ്ഞു വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ. ടാറ്റാ, ബൈ ബൈ. നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് പാർക്കിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ചുറ്റി നടക്കുന്ന വഴിക്കാണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഐസ് സ്കേറ്റിംഗ് കാണുന്നത്. പിള്ളേരൊക്കെ
ഇത് ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. എന്നാ പറയാ, ഞങ്ങളുടെ മലമ്പ്രദേശം ഇടുക്കിയിൽ ഹൈ റേഞ്ച് അല്ലേ, അപ്പം മറ്റേ ഈ കവുങ്ങിൽ നിന്ന് വീഴുന്ന പാളയുണ്ട്, തെങ്ങിൽ നിന്ന് വീഴുന്ന ഇതൊക്കെ. അതിന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇവിടെ ഫോറിൻ രാജ്യത്തൊക്കെ എത്തിയപ്പോൾ. അപ്പം അത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളുടെ ആ ഹൈ റേഞ്ചിൽ നിന്ന് ആ വഴിയുള്ളിടത്തൂടെ ഒക്കെ ഇങ്ങനെ പോകും. ഇതിവിടെ പേരൻസ് തന്നെയാണ് കൊണ്ടുവന്നേക്കണത്. ആ കൊച്ചിനെയൊക്കെ തെന്നിച്ച് വിടുന്നുണ്ട്. അടുത്ത കൊച്ച് ആ ചേട്ടനും പോകുന്നു. ചെറിയ പടവലെങ്കിൽ പോയാലോ അങ്ങനെ വെറുതെ കാലം തന്നെയാ ഞാൻ അതുപോലെ പോകും. തട്ടുവിട്ട് നോക്കിയാലോ നൈസായിട്ട്. ഒരു തട്ട് ഒരു മുട്ട്. ഇതിന്റെ ഇവിടെയൊക്കെ ഞാൻ ജീവിക്കണല്ലോ. സൺസെറ്റ് നന്നായില്ല നോക്കൂ സൺസെറ്റ്. പിള്ളേര് അടുത്ത് വലിച്ചോണ്ട് വന്നു കഴിഞ്ഞു.